വിദ്യാർത്ഥിയുടെ വീഡിയോ പകർത്തിയത് അച്ഛൻ അയക്കാനെന്ന് ആനക്കര സ്കൂൾ പ്രിൻസിപ്പൽ ചോർന്നത് സ്കൂളിൽ നിന്നല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അവിടെ ഉണ്ടായിരുന്ന അധ്യാപകന് ഇത് ഇങ്ങനെ എന്താ കുട്ടി എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ എടുത്തു. ഞാൻ ആ വീഡിയോ എൻ്റെ SMC ചെയർമാനോടും PTA പ്രസിഡന്റിനോട് പറഞ്ഞു. ഇവർ രണ്ടാളും മാത്രമല്ല, PTA പ്രസിഡന്റിനെ കാണിച്ചിട്ട് SMC ചെയർമാനെ മാത്രം കാണിച്ചു. SMC ചെയർമാൻ പറഞ്ഞു, ഈ കുട്ടിയുടെ രക്ഷിതാവ് അച്ഛൻ വിദേശത്താണ്, അദ്ദേഹം SMC ചെയർമാൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തോട് പറയാം, ഈ വിവരങ്ങളൊക്കെ പറയാം, ഒരു തെളിവല്ല, അദ്ദേഹം കാണട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അതുകൊണ്ടാണ് SMC ചെയർമാനെന്ന് കൊടുത്തത്. അതോടൊപ്പം തൃത്താല പോലീസ് സ്റ്റേഷൻ രണ്ട് സ്ഥലത്തേക്ക് മാത്രമാണ് ഈ വീഡിയോ സ്കൂളിൽ നിന്നും പോയത്. അത് കറക്റ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. +1 വിദ്യാർത്ഥി അധ്യാപകനെതിരെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി ആനക്കര സ്കൂൾ പ്രിൻസിപ്പൽ അനിൽകുമാർ. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും ബാലാവകാശ കമ്മീഷനും വിശദീകരണം തേടിയപ്പോഴാണ് പ്രിൻസിപ്പൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. കുട്ടിക്ക് കൗൺസിലിംഗ് അടക്കം നൽകാൻ PTA യോഗം ചേർന്ന് തീരുമാനിച്ചതായും പ്രിൻസിപ്പൽ പറഞ്ഞു. ദൃശ്യങ്ങൾ പകർത്തിയത് കുട്ടിയുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന പിതാവിന് അയച്ചു കൊടുക്കാനാണെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ഇദ്ദേഹം അടക്കം 2 പേർക്ക് മാത്രമാണ് വീഡിയോ അയച്ചു കൊടുത്തത്. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് വീഡിയോ ചോർന്നിട്ടില്ല. കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ അമ്മയ്ക്ക് വീഡിയോ അയച്ചു കൊടുത്തതായാണ് മനസ്സിലാക്കുന്നത്. അതിൽ താൻ കൂടുതൽ ആരോപണം ഉന്നയിക്കുന്നില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. വിദ്യാർത്ഥി നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്നും കുട്ടിയുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും പ്രിൻസിപ്പൽ ആരോപിക്കുന്നു. മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴെല്ലാം കുട്ടിയെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചത്. സംഭവത്തിൽ വിദ്യാർത്ഥി മാപ്പ് പറഞ്ഞതായും തൃത്താല പോലീസ് സ്റ്റേഷനിലെത്തി ഇത് ഒത്തുതീർപ്പായതായും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർക്ക് ഇന്ന് തന്നെ വിശദീകരണം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടിയുടെ രക്ഷിതാവ് ദേഷ്യപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ അമ്മയ്ക്ക്, വിദേശത്തുള്ള രക്ഷിതാവ് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ബാക്കി എനിക്ക് ഉറപ്പില്ലാത്ത സംഭവങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ല. അതാവുന്ന സ്കൂളിൽ നിന്നല്ല, ഇത് ആരെങ്കിലും കാണിക്കണമെന്നോ. ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചത് കുട്ടി പേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ, ഒന്ന് സമാധാനമായി കഴിഞ്ഞാൽ, ശാന്തനായി കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ ആ കുട്ടിയെ തന്നെ കാണിക്കുക, രക്ഷിതാവിനെ തന്നെ കാണിക്കുക. കാരണം അങ്ങനെയാണ് ആ കുട്ടിയെ, ഒരു പ്രത്യേക സ്വഭാവക്കാരനായ കുട്ടിയെ മെച്ചപ്പെടുത്തിയെടുക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അതാണ് അധ്യാപകൻ്റെ പുണ്യം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ആ സമയത്ത് അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഫോൺ തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഫോൺ തരണമെങ്കിൽ രക്ഷിതാവ് വരണം. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ ആ സമയത്ത് അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, മാപ്പ് പ്രിൻസിപ്പലോട് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റാണ്, മാപ്പ് പറയാൻ തയ്യാറാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കൗൺസിലിങ്ങിന് അവനെ വിടുന്നതിനും 2 ദിവസം ഈ മറ്റു കുട്ടികളുടെ തുടിച്ചോട്ടം അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി തൽക്കാലം അവൻ വീട്ടിലിരിക്കുകയാണ്. നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അപ്പോൾ അവനും വിഷമം ഉണ്ടാവും, ഇത് പ്രചരിച്ചതിൻ്റെയൊക്കെ വിഷമം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കും നമ്മൾ കുട്ടിയെ സ്വഭാവത്തിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത്. അതെ, വീഡിയോ പ്രചരിപ്പിച്ചതിൽ സ്ഥാപനത്തിനോ സ്ഥാപനമധികാരിയോ എനിക്കോ എൻ്റെ അധ്യാപകർക്കോ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കോ യാതൊരു പങ്കുമില്ല. നമ്മൾ ആരും ചെയ്തിട്ടില്ല. നമ്മൾ വന്ന് ചോദിച്ചതിന് കൃത്യമായ കാര്യങ്ങൾ എന്നെ പലരും വിളിച്ചിരുന്നു, അവരോടും ഈ ഉണ്ടായ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്തേക്ക് നമ്മൾ പറയുമ്പോൾ അവർ വലിയ രീതിയിൽ ആ കുട്ടിയുടെ ഭാവിയും കൂടി ബാധിക്കുന്നതാണ്, സ്കൂളിൻ്റെ ഒരു പ്രതിവിധിയും കൂടി ബാധിക്കുന്നത്. അത് നമ്മൾ ചെയ്യരുത്. നമ്മളിപ്പോഴും ചെയ്തിട്ടുള്ള മാഷ് പറഞ്ഞു, കുട്ടിയെ ചേർത്ത് നിർത്തി, കുട്ടിക്ക് അങ്ങനെ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രയാസത്തിൻ്റെ പുറത്താണ് സമ്മതിച്ചു ഞാൻ ചെയ്തിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആർക്കും കുഴപ്പമില്ല. അത് നമുക്ക് കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് കുട്ടിയെ നമ്മൾ സ്കൂളിൽ കയറ്റി കുട്ടിയെ ഭാവിയാകെ സംരക്ഷണത്തോടുകൂടി നമ്മൾ കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ തീരുമാനിച്ചു. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.